ഉത്തർപ്രദേശിലെ SP BSP മഹാഗഠബന്ധന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു ബാബ അംബേദ്കർ ജയന്തി ആഘോഷവേദി. ബഹുജൻ സമാജ് എന്നറിയപ്പെടുന്ന ദലിത് ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങൾ ഇത്തവണ വർദ്ധിച്ച ഉത്സാഹത്തോടെയാണ് ലക്നൌവിലും പരിസര പ്രദേശങ്ങളിലും ഭീം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. രാഷ്ട്രീയപരമായി ചിതറിനിൽക്കുന്ന ദലിത് സമൂഹങ്ങളുടെ ഐക്യമത്യത്തിന്റെ പ്രകടനം കൂടിയായി ഇത്തവണത്തെ ഭീം ജയന്തി. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ദലിത് സമൂഹങ്ങൾക്കും ഏറ്റവും വലിയ ആഘോഷമാണ് ബാബ അംബേദ്കർ ജയന്തി. ഉത്തർപ്രദേശിൽ ഇത്തവണ ഭീം ജയന്തി ആഘോഷങ്ങൾ കൂടുതൽ നിറപ്പകിട്ടുള്ളതായിരുന്നു. 1993 ശേഷം ബഹുജൻ സമാജ്വാദി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ദലിത് സമൂഹത്തിന്റെയും പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സംയുക്ത സമരമായി മാറുന്നു. കഴിഞ്ഞ 5 വർഷത്തിന്റെ ഭരണത്തിന് കീഴിൽ ഏറ്റവുമധികം അടിച്ചമർത്തൽ അനുഭവിച്ച ന്യൂനപക്ഷങ്ങളുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും യോജിപ്പ് കൂടിയാണ് ഇത് മറ്റൊരു തരത്തിൽ. അതുകൊണ്ട് തന്നെ സഖ്യത്തിന്റെ പ്രധാന കക്ഷിയായ BSPക്ക് ശക്തി പകർന്നുകൊണ്ട് ഭീം ജയന്തി ആഘോഷങ്ങളിൽ സജീവമായ പങ്കാളിത്തം ഉറപ്പിക്കാനും ആഘോഷം മഹാഗഠബന്ധന്റെ രാഷ്ട്രീയ പരിപാടിയാക്കാനും സമാജ്വാദി പാർട്ടിയും പ്രാദേശിക മുസ്ലിം നേതൃത്വവും പൂർണ്ണ ശ്രദ്ധ ചെലുത്തി. आज जो 2019 का चुनाव है, पूरे देश में एक माहौल बन गया है कि हमें इस सरकार को उखाड़ फेंकना है और आपसी भाईचारा बना के हमें एक सद्भावना और भाईचारा बना के एक मिसाल पेश करनी है. सपा बसपा गठबंधन एक बहुत बड़ी क्रांति हो सकती है अगर हमारे वोटर्स सही तरीके से उसको समझें और वोट दें. ജാടവരല്ലാത്ത ദലിതരെയും യാദവരല്ലാത്ത പിന്നാക്ക വിഭാഗത്തെയും തങ്ങൾക്കൊപ്പം അണിനിരത്തി BSPയുടെയും SPയുടെയും വോട്ട് ബാങ്ക് ജാടവരിലും യാദവരിലും ഒതുക്കുക എന്ന തന്ത്രമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വിജയകരമായി പരീക്ഷിച്ചത്. പാസികളും വാൽമീകിയും ധോബികളുമടങ്ങുന്ന ജാടവ ഇതര ദലിത് സമൂഹത്തിന്റെ വോട്ടുകൾ നേടാനായതാണ് BJPയുടെ ശക്തിയായി മാറിയത് എന്ന ബോധ്യം ഇന്ന് UPയിലെ ദലിത് സമൂഹങ്ങൾക്ക് വ്യക്തമായുണ്ട്. അതുകൊണ്ട് തന്നെ അംബേദ്കർ ജയന്തി ആഘോഷങ്ങൾ ദലിത് ഐക്യത്തിന്റെ രാഷ്ട്രീയ സൂചന കൂടിയാണ് ഇത്തവണ നൽകിയത്. 2014 തെരഞ്ഞെടുപ്പിൽ ദലിത് സമൂഹത്തെ വിഭജിച്ചാണ് ഉത്തർപ്രദേശിൽ BJP വിജയിച്ചതെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള സൂചനകളാണ് ദലിത് സംഘടനകൾ ബാബ അംബേദ്കർ ജയന്തി ദിവസത്തിൽ ഇവിടെ നിന്ന് നൽകുന്നത്. മോഹൻലാൽഗഞ്ചിലെ മാതാപൂർ ഗ്രാമത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ ലിബിൻ സബാസിനൊപ്പം ശ്രീജിത്ത് ദിവാകരൻ, മീഡിയ 1.